നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരിക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ. ഒല്ലൂർ, നാട്ടിക, പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചേർപ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജിനെതിരെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സിജോ ജോർജിനെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കായുള്ള ചമയങ്ങൾ ഒരുങ്ങി. ചമയദ്രവ്യ സമർപ്പണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരിക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ. ഒല്ലൂർ, നാട്ടിക, പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ തൃശൂർ കളക്ടറേറ്റിൽ ജില്ലാ രജിസ്ട്രാർക്കാണ് നാമനിർദ്ദേശ പത്രിക അദ്ദേഹം സമർപ്പിച്ചത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, V ശ്രീരജ്, റിനി കൃഷ്ണപ്രസാദ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നാട്ടിക നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തൃശൂരിലേക്ക് പുറപ്പെട്ടത്. അയ്യന്തോൾ ചുങ്കം സെന്ററിൽ നിന്ന് പ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവർക്കൊപ്പം തൃശൂർ കളക്ടറേറ്റ് വരെ പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിൽ വരണാധികാരിക്ക് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കളായ PK ഷാജൻ, TR രമേശ് കുമാർ, AS ദിനകരൻ, CL ജോയി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുതിർന്ന CPM നേതാവായിരുന്ന MA കാർത്തികേയന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് KK രാമചന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. കേരള നിയമസഭയിലെ നേതൃത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസം പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുന്നു. പുതുക്കാട് CPM ഓഫീസിൽ നിന്ന് ശനിയാഴ്ച രാവിലെ 10 മണിയോടെ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പുറപ്പെട്ടു. തുടർന്ന് തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തിയത്. ജില്ലാ രജിസ്ട്രാർ ജനറൽ PK ബിജു LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. നിലവിലെ MLA ആയ KK രാമചന്ദ്രൻ ഇത് 2ാം തവണയാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ 27,353 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KK രാമചന്ദ്രൻ വിജയിച്ചത്. കഴിഞ്ഞ 20 വർഷത്തെ വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തവണയും ജനവിധി തേടുന്നതെന്നും അതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും പത്രികാ സമർപ്പണത്തിനു ശേഷം KK രാമചന്ദ്രൻ പറഞ്ഞു. LDF നേതാക്കളായ VS പ്രിൻസ്, PK ശിവരാമൻ, അഡ്വക്കേറ്റ് TI സേവ്യർ, രാഘവൻ മുളങ്ങാടിൽ, CU പ്രിയൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. UDF പുതുക്കാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KM ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ ശനിയാഴ്ച രാവിലെയാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. മുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക കൈമാറിയത്. മുൻ MLA MK പോൾസൺ മാസ്റ്റർ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, മുസ്ലിം ലീഗ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് CA അബ്ദുട്ടി ഹാജി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ വികസനത്തിനായി ജനങ്ങൾ ഇത്തവണ UDFനൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. ചേർപ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജിനെതിരെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രതിഷേധം.
പ്രതിഷേധത്തെ തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സിജോ ജോർജിനെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. സിജോ ജോർജിന് പകരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഷൈജു സായ്റാമിന് നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം സിജോ ജോർജ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. നേതാക്കൾ KPCC പ്രസിഡന്റിനുൾപ്പെടെ പരാതിയും നൽകിയിരുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടുത്തയിടെ തൃപ്രയാറിൽ നടന്ന UDF നാട്ടിക നിയോജക മണ്ഡലം യോഗം പ്രതിഷേധത്തിന്റെ ഭാഗമായി നേതാക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, KPCC അംഗം MK അബ്ദുൾ സലാം, DCC ജനറൽ സെക്രട്ടറി ജോസഫ് പെരുമ്പിള്ളി എന്നീ നേതാക്കളാണ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് സിജോ ജോർജിനെ മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിച്ചത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കായുള്ള ചമയങ്ങൾ ഒരുങ്ങി. ചമയദ്രവ്യ സമർപ്പണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഈ മാസം 23-ന് തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചമയങ്ങളുടെ സമർപ്പണം ആരംഭിക്കും. പുഷ്പദീപങ്ങളാൽ അലങ്കരിച്ച ശാസ്താവിന്റെ തിരുനടയിലാണ് ചമയ സമർപ്പണം നടക്കുക. കോലം, പട്ടുകുടകൾ, ചൂരപ്പൊലി നെറ്റിപ്പട്ടങ്ങൾ, വക്കകൾ, മാണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം എന്നിവ ഇതിനോടകം നവീകരിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം പുതിയതായി ഒരുക്കുന്ന ചമയങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ്. പെരുമ്പിളിശ്ശേരി സ്വദേശി സ്മിതേഷ് ശശിധരനാണ് കുടയുടെ ഒറ്റൽ നിർമ്മിച്ചത്. സ്വർണ്ണമുക്കൽ KA ജോസ് ചേർപ്പ്, തുന്നൽ VN പുരുഷോത്തമൻ തൃശൂർ, മണിക്കൂട്ടം മിനുക്കൽ പെരിങ്ങാവ് ഗോൾഡിയുടെ രാജൻ, ആലവട്ടം ചാമരം എന്നിവ ഒരുക്കിയത് കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാർ എന്നിവരുടെ ചുമതലയിലായിരുന്നു. തിരുവുടയാട, ഓണപ്പുടവകൾ, നെയ്യ്, കൈപ്പന്തത്തിനുള്ള വെളിച്ചെണ്ണ, എള്ളെണ്ണ, മറ്റു ദ്രവ്യങ്ങൾ എന്നിവയും ചടങ്ങിൽ ശാസ്താവിന് സമർപ്പിക്കും. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഘടക ക്ഷേത്രങ്ങളിൽ ഈ മാസം 22-ന് ഞായറാഴ്ച നെയ്യ് സമർപ്പിക്കും. 16 ചെറു സംഘങ്ങളായാണ് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ നെയ്യ് സമർപ്പണം നടത്തുക. ഞായറാഴ്ച പുലർച്ചെ 4:30 ഘടകക്ഷേത്രങ്ങൾക്കുള്ള നെയ്യ് സമർപ്പണത്തിന് തുടക്കമാകും. തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ചാത്തക്കുട, മന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, പിഷാരിക്കൽ, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചൂരക്കോട്, പൂന്നിലാർക്കാവ്, ചാലക്കുടി, പിഷാരിക്കൽ, ചക്കംകുളങ്ങര ക്ഷേത്രങ്ങൾ കൂടാതെ കോടന്നൂർ, നാങ്കുളം, ശ്രീമാട്ടിൽ, നെട്ടിശ്ശേരി, കല്ലേലി, ചിറ്റി, ചാത്തക്കുടം, മേടംകുളം എന്നീ ഘടകക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ നെയ്യ് സമർപ്പിക്കും. പെരുവനം ഗ്രാമാധിപ ക്ഷേത്രമായ പെരുവനം മഹാദേവ ക്ഷേത്രം, ഗ്രാമപരദേവതയായ ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രം, അനുബന്ധ ക്ഷേത്രങ്ങളായ പിടിക്കപ്പറമ്പ്, വല്ലച്ചിറ, പല്ലിശ്ശേരി, കണ്ടേശ്വരം, നറുകുളങ്ങര എന്നീ ക്ഷേത്രങ്ങളിലും നെയ്യ് സമർപ്പണം നടത്തും. ചേർപ്പ് പെരുവനം ഗ്രാമത്തിന്റെ 4 അതിരുകൾ വേർതിരിക്കുന്ന കിഴക്ക് കുതിരാൻ, വടക്ക് അകമല, പടിഞ്ഞാറ് എടത്തിരുത്തി, അയ്യപ്പൻകാവ്, തെക്ക് ഉഴുവത്തെ ശാസ്താക്ഷേത്രങ്ങളിലും ദേവസ്വം കീഴടങ്ങളായ ഞെരൂക്കാവ്, ചിറ്റേങ്ങര, തൊട്ടിപ്പാൾ, മഹാവിഷ്ണു, തൃക്കണ്ടാപുരം ക്ഷേത്രങ്ങളിലുമാണ് നെയ്യ് സമർപ്പിക്കുക. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 16 ചെറു സംഘങ്ങളായാണ് നെയ്യ് സമർപ്പണം നടത്തുന്നത്. ഞായറാഴ്ച പുലർച്ചെ 4:30 പുറപ്പെട്ട 8 മണിക്കുള്ളിൽ എല്ലാ ഘടകക്ഷേത്രങ്ങളിലും നെയ്യ് സമർപ്പണം പൂർത്തിയാക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് നടത്തുക. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചിരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്യ് മാത്രമാണ് തിരിതെളിയിക്കാൻ ഉപയോഗിക്കുക. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തുമുള്ള മൺചിരാതുകളിൽ എള്ളുതിരിയാണ് കത്തിക്കുക. 100 കണക്കിന് ഭക്തരാണ് സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളാവുക. വിളക്കുമാടത്തിലെ ദീപങ്ങളിൽ നിന്നുയരുന്ന പ്രകാശം ചൈതന്യധന്യമാണ്. സത്വഗുണപ്രധാനിയായ നെയ്യ് ഓട്ടുചിരാതുകളിലെ ദീപങ്ങളായി മാറുമ്പോൾ ക്ഷേത്ര മതിൽക്കെട്ടിനകം ഈശ്വര ചൈതന്യത്താൽ നിറയുന്നതാണ്. ഈ സമയം ശാസ്താവിന്റെ ദർശനം ലഭിക്കുന്നതും വിളക്കുമാടത്തിൽ ദീപം തെളിയിക്കുന്നതും ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം. ആറാട്ടുപുഴ പെരുവനം പൂരത്തോടനുബന്ധിച്ച് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർപ്പ് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ജനകീയ ഫോട്ടോഗ്രാഫി ആൻഡ് മൊബൈൽ റീൽ മത്സരത്തിന്റെ ബ്രോഷർ പുറത്തിറക്കി. പൂരക്കാഴ്ചകൾ എന്ന വിഷയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സാന്ത്വനം ചെയർമാനും ചേർപ്പ് യൂണിറ്റ് അംഗവുമായ അനിൽ തുമ്പയിൽ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി കോർഡിനേറ്റർ രാജേന്ദ്രൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ എന്നിവർ ബ്രോഷർ ഏറ്റുവാങ്ങി. മേഖലാ പ്രസിഡന്റ് രഞ്ജുനാഥ്, അസോസിയേഷൻ ചേർപ്പ് മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ ബ്രോഷർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ശുദ്ധി ചടങ്ങുകൾ ആരംഭിക്കും. ശുദ്ധിക്ക് ആവശ്യമായ കഴിനൂൽ തൃപ്പടിയിൽ സമർപ്പിക്കുന്നതോടെയാണ് ശുദ്ധി ചടങ്ങുകൾ തുടങ്ങുക. ആറാട്ടുപുഴ പറത്തൂക്കം പറമ്പിൽ കുടുംബാംഗമായ രാമചന്ദ്രൻ ശുദ്ധിക്ക് ആവശ്യമായ കഴിനൂൽ തൃപ്പടിയിൽ സമർപ്പിക്കും.
അത്തിയും പ്ലാവും ചേർത്ത് നിർമ്മിച്ച ധാരാതട്ട്, ശ്രുവം, ജുഹു എന്നിവ തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ദേശത്തെ ആചാരി AG ഗോപി ശാസ്താവിന് സമർപ്പിക്കും. ക്ഷേത്ര നടപ്പുരയിലാണ് സമർപ്പണ ചടങ്ങ് നടക്കുക. മേൽശാന്തിമാരായ കൂറ്റമ്പിള്ളിമന പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ ഏറ്റുവാങ്ങും. തുടർന്ന് തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രാസാദശുദ്ധിക്ക് തുടക്കമാകും. ഗണപതി പൂജ, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, വാസ്തുപുണ്യാഹം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പ്രസാദശുദ്ധി. കൊടിയേറ്റ് ദിവസമായ ഈ മാസം 24-ന് ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് ബിംബശുദ്ധി തുടങ്ങും. ചതുർശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, 25 കലശം തുടങ്ങിയ കലശപൂജകളും അഭിഷേകങ്ങളും ഉൾപ്പെടുന്നതാണ് ബിംബശുദ്ധി. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ടോണി ചെറിയത്തിന്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക പ്രസിഡന്റായി ടോണി ചെറിയത്തിനെ ചുമതലപ്പെടുത്തിയത്. അന്തിക്കാട്ടെ അനശ്വര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നൽകി LDF സ്ഥാനാർത്ഥികൾ. ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി K. രാജനും നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാഗോപിയുമാണ് അന്തിക്കാട് ചടയമുറി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. ചെത്തുതൊഴിലാളി സമരപോരാട്ട സ്മരണകൾ ജ്വലിക്കുന്ന ചടയമുറി സ്മാരകത്തിൽ ശനിയാഴ്ച രാവിലെയാണ് സ്ഥാനാർത്ഥികൾ പുഷ്പാർച്ചന നടത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായാണ് പുഷ്പാർച്ചന ഒരുക്കിയത്. ഇടതുപക്ഷ വിജയം ഉറപ്പിക്കാൻ പൂർവ്വസൂചികൾ നൽകിയ പോരാട്ടവീര്യമാണ് എക്കാലത്തും കരുത്താവുന്നതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. LDF നേതാക്കളായ PK ഷാജൻ, AS ദിനകരൻ, KP സന്ദീപ്, ഷീല വിജയകുമാർ, AV ശ്രീവത്സൻ, KM കിഷോർ കുമാർ, KK ജോബി, TK മാധവൻ, KM ജയദേവൻ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പിന്റെ അനുഗ്രഹം നേടാനെത്തിയതായിരുന്നു UDF സ്ഥാനാർത്ഥി. വെള്ളിയാഴ്ച രാവിലെയാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തൃശൂർ ബിഷപ്പ് ഹൌസിൽ എത്തിയത്. തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വികസന കാര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും അദ്ദേഹം ആർച്ച് ബിഷപ്പുമായി ചർച്ച ചെയ്തു. മണ്ഡലത്തിലെ വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രമുഖ വ്യക്തികൾ, മതമേലധ്യക്ഷന്മാർ എന്നിവരെ സന്ദർശിക്കുന്നതെന്ന് KM ബാബുരാജ് പറഞ്ഞു. 40 വർഷങ്ങൾക്കു ശേഷം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുന്ന പ്രാദേശിക സ്ഥാനാർത്ഥി കൂടിയാണ് UDFന്റെ KM ബാബുരാജ്. പാലിയേക്കരയിൽ ടോൾ പ്ലാസ മാനേജർക്ക് നേരെ യുവാവിന്റെ ആക്രമണം. കാർ അടിച്ചു തകർത്ത യുവാവിന്റെ ആക്രമണത്തിൽ ടോൾ പ്ലാസ മാനേജറുടെ കാലിന് ഗുരുതര പരിക്ക്. വ്യാഴാഴ്ച രാത്രി 10:30 മണ്ണമ്പേട്ട വട്ടനാത്ര സഹകരണ ബാങ്കിന് മുൻപിലായിരുന്നു സംഭവം. കാറിലെത്തിയ ടോൾ പ്ലാസ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥിക്കാണ് പരിക്കേറ്റത്. കല്ലൂർ സ്വദേശിയായ സുഹൃത്താണ് തന്നെ ആക്രമിച്ചതെന്ന് ശ്യാംലാൽ പറഞ്ഞു. ആക്രമണം നടത്തിയ സുഹൃത്തിനെതിരെ ഇയാൾ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. ആക്രമണം നടത്തിയ സുഹൃത്ത് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മറ്റൊരു സുഹൃത്തിനൊപ്പം ടോൾ പ്ലാസ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥി കാറിലെത്തിയത്. ഇതിനിടെ മറ്റൊരു കാറിലെത്തിയ യുവാവ് ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിന്റെ കാർ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം പറഞ്ഞെത്തിയ യുവാവ് ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കാറിന്റെ മുൻഭാഗത്തെയും ഇരുവശത്തെ ഡോറുകളുടെയും ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് ടോൾ പ്ലാസ മാനേജർ ശ്യാംലാലിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. അക്രമിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ശ്യാംലാൽ തുടർന്നൊരു ബൈക്ക് യാത്രികന്റെ സഹായത്താലാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. അതേസമയം ശ്യാംലാലിനെ യുവാവ് ആക്രമിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ശക്തമാക്കി. ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ കേസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച 3 പ്രതികൾ കസ്റ്റഡിയിൽ. ചാടൂർ വാപ്പുഴ സ്വദേശി കൂട്ടാല വീട്ടിൽ മണികണ്ഠൻ, മകൻ അക്ഷയ്, തണ്ടാശ്ശേരി വീട്ടിൽ അതുൽ എന്നിവരാണ് കസ്റ്റഡിയിലായത്. ചാഴൂർ ചേറ്റുകുളം സ്വദേശി വലിയ വീട്ടിൽ അഭിറാമിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ സംഭവത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ചാഴൂർ വാപ്പുഴ സ്വദേശി മണികണ്ഠനാണ് കേസിലെ പ്രതി. കേസിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകാനെത്തിയതായിരുന്നു അന്തിക്കാട് SI സുഭാഷ്. ഗ്രേഡ് സീനിയർ CPO അരുൺ രാജ, സബിത്ത് ബാബു എന്നിവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതികൾ ഗ്രേഡ് സീനിയർ CPO അരുൺ രാജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരിക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ. ഒല്ലൂർ, നാട്ടിക, പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചേർപ്പ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജിനെതിരെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സിജോ ജോർജിനെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കായുള്ള ചമയങ്ങൾ ഒരുങ്ങി. ചമയദ്രവ്യ സമർപ്പണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.